നമസ്കാരം. പ്രോബയോട്ടിക്കുകൾ പുളിപ്പിച്ച ഭക്ഷണത്തിൽ കാണപ്പെടുന്ന ഗുണകരമായ സൂക്ഷ്മാണുക്കളാണ് പ്രോബയോട്ടിക്കുകൾ. മരുന്നുകൾ, അന്തരീക്ഷ മാലിന്യം, കെമിക്കലുകൾ ധാരാളമടങ്ങിയ ഭക്ഷണം എന്നിവയുടെയൊക്കെ ഫലമായി ദഹന വ്യവസ്ഥയിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ഇവയുടെ സന്തുലനാവസ്ഥ താറുമാറാവുകയും ചെയ്യുന്നു. ഇത്തരം അവസരങ്ങളിൽ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ച് സന്തുലനാവസ്ഥ നിലനിർത്തുകയാണ് പ്രോബയോട്ടിക്കുകൾ ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ ഗുണകരമായ ആയിരക്കണക്കിന് ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയകൾ ദഹന വ്യവസ്ഥയെ മികവുറ്റതാക്കുകയും അതോടൊപ്പം പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, വയറിളക്കം പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നു, വായുക്ഷോഭം കുറയ്ക്കുകയും മലാശയ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായ മറ്റു പോഷകങ്ങളെ ആഗിരണം ചെയ്യാനും പ്രോബയോട്ടിക്കുകൾ കാരണമാവാറുണ്ട്. പാചകം ചെയ്യുമ്പോൾ ചിലതരം ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ പോഷകഗുണം വർദ്ധിക്കുന്നുണ്ട്. പ്രോബയോട്ടിക്കുകൾ ഭക്ഷണത്തിലൂടെ ലഭിച്ചാൽ ജീവനുള്ള ഇവയ്ക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വളരാൻ ഭക്ഷണം ആവശ്യമാണ്. ഇവയാണ് പ്രീബയോട്ടിക്കുകൾ. പ്രധാനമായും വെള്ളത്തിലലിയുന്ന ഭക്ഷ്യനാരുകളാണ് പ്രീബയോട്ടിക്കുകൾ. ഉള്ളി, വെളുത്തുള്ളി, ആപ്പിൾ, വാഴപ്പഴം എന്നിവയെല്ലാം പ്രോബയോട്ടിക്കുകളെ വളരാൻ സഹായിക്കും. ശരീരത്തിൽ രോഗാണുക്കൾ മൂലമുള്ള അണുബാധ കുറയ്ക്കാൻ നാം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുക്തിക്കൊപ്പം തന്നെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ച് ആരോഗ്യം വീണ്ടെടുക്കും. തൈര്, മോര്, ദോശ, ഇഡ്ഡലി, നെല്ലിക്ക, നാരങ്ങ, പഴങ്കഞ്ഞി ഇവയിലൊക്കെ പ്രോബയോട്ടിക്കുകൾ ധാരാളമുണ്ട്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.